പ്ലാന്റേഷൻ്റെ യാത്രയിൽ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്, നമ്മൾ ആനേനെ കാണും, നമ്മൾ ആനേനെ കാണും. ചിലപ്പോൾ ചില യാത്രികർ ആനേനെ കാണാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടിയും പ്ലാന്റേഷൻ വഴി നമ്മുടെ അതിരപ്പള്ളിക്കൊക്കെ വരുന്ന ടൂറിസ്റ്റുകാരും ഉണ്ട് കേട്ടോ. നമ്മളോട് ചിലപ്പോൾ കാണുമ്പോൾ ചോദിക്കും ആനയുണ്ടോ, വഴിയിൽ ആനയുണ്ടോ. ചിലപ്പോൾ പേടിയോണ്ട് ചോദിക്കുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കാണാനുള്ള ആകാംക്ഷയോട് ചോദിക്കുന്നതാകാം. എന്താ കണ്ടോ, ആ കൊമ്പൻ്റെ ബാക്കിലും മറ്റൊരു ആനയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ഒരു ഇത് കൊണ്ട് എനിക്ക് ഇത്രയും ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കൊമ്പൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം കൊമ്പൻ മറ്റേ തുമ്പിയൊക്കെ ഇട്ട് ആട്ടി ആട്ടി ചെവിയൊക്കെ ആട്ടി ആട്ടി അത്ര അധികം ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഈ കൊമ്പൻ ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കൊമ്പനും അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റേഷൻ യാത്രയിൽ നമുക്ക് ആനയെ മാത്രമല്ല വേറെ പല മൃഗങ്ങളെയും കാണാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ലക്ക് പോലെ ഇരിക്കും. പക്ഷേ ആനയുടെ ഒപ്പം തന്നെ പലപ്പോഴും കാണുന്ന മൃഗം എന്ന് പറയാൻ പറ്റില്ല, പക്ഷിയാണ് നമ്മുടെ മയിൽ. മയിലിനെയും ഈ പറഞ്ഞ പോലെ നല്ല കൂട്ടമായിട്ട് നമുക്ക് മയിലിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പീലി വിടർത്തി പോകുന്ന ഒറ്റ മയിലിനെയും ചില സമയങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി മയിലിനെ കാണുന്ന ദിവസം പീലി വിടർത്തിക്കുന്ന മയിലിനെയൊക്കെ കിട്ടുവാന്നേ ഞാൻ എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു കൊമ്പനെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. അത് ഇവൻ്റെ ഈ ഒരു ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ്, ഇവൻ്റെ ഈ ഒരു തുമ്പിയാട്ടി കൊണ്ടുള്ള ഭക്ഷണ രീതിയും ആസ്വദിച്ച് കഴിക്കുന്ന രീതി കൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇവനെ നോക്കി നിന്നു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാന്റേഷനിലേക്ക് നമ്മൾ പ്ലാന്റേഷനിൽ നിന്ന് പോയാലും ഓരോ പ്ലാന്റേഷനിലേക്ക് വരുന്ന വരവും നമുക്ക് നൊസ്റ്റാൾജി തന്നെയാണ്. കാരണം അത്രയും മനോഹരമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പ്ലാന്റേഷൻ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്മേനെ കൊണ്ടുവരാൻ പോകാനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ വരുമ്പോഴാണ് കൂടുതലും ഇപ്പോൾ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും അച്ഛനും അനിയനൊക്കെ ആയാലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോവുക. അവരല്ലാണ്ടും പോകുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഞാൻ പോക്ക് കുറവായിരുന്നു. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ അങ്ങനെ പോവാനും ഒക്കെ ഒരു ഇഷ്ടം കൂടുതൽ തോന്നിയത്. ഈ ആനേനെയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ കണ്ട ആനയാട്ടോ. പക്ഷേ അധികം ക്ലിയർ ആയിട്ട്